നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം ലോകം ഞെട്ടിയത് ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങൾ കേട്ടാണ്. എന്നാൽ നേരം പുലർന്നപ്പോൾ വീണ്ടും ഭീതിയുടെ വക്കിലാണ് ലോകം. റഷ്യ പോളണ്ടിലേക്ക് ആക്രമണം നടത്തിയെന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ യുക്രൈൻ ആക്രമിക്കുന്നതിൽ മാത്രം റഷ്യയുടെ നീക്കങ്ങൾ നിൽക്കില്ല, പോളണ്ട് ഉൾപ്പെടെ പല രാജ്യങ്ങളെയും ഇസ്രയേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോളണ്ട് നാറ്റോ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്കയ്ക്ക് പോലും ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അമേരിക്കയും റഷ്യയും നേർക്കുനേർ വരുന്ന ഒരു യുദ്ധം അതുണ്ടാകുമോ, അതുണ്ടായാൽ പിന്നെ ലോകമുണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് ഭീതികളാണ് ലോകരാജ്യങ്ങളെ വേട്ടയാടുന്നത്. വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സൈന്യം വ്യക്തമാക്കിയിരുന്നു. 2022 യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് വീഴ്ത്തുന്നത്. പോളണ്ടിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് നാറ്റോ അംഗമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചതെന്ന് US ജനപ്രതിനിധി സഭാംഗം ജോ വിൽസൺ ആരോപിച്ചു. യുദ്ധപ്രവൃത്തിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതായി യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു പ്രസ്താവന വന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി പോളണ്ട് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പോളണ്ട് പ്രസിഡന്റ് കരോൾ നവ്റോക്കിയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം നടന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പോളണ്ട് അതീവ ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത്. തലസ്ഥാനമായ വാഴ്സയിലെ 2 വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 4 വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യൻ ആക്രമണം വീണ്ടും ഉണ്ടാകും എന്നുള്ള ഒരു ഭീതിയിലാണ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അടച്ചിരിക്കുന്നത്. റഷ്യൻ ഡ്രോണുകൾ അതിർത്തി കടന്നെത്തിയതിന് പിന്നാലെ പോളണ്ട് സൈനിക വിമാനങ്ങൾ സജ്ജമാക്കിയതായി പോളിഷ് സായുധ സേന അറിയിച്ചു. കരയിലും ആകാശത്തും ഒരുപോലെ സൈനിക മുന്നൊരുക്കവും ശക്തമാക്കി. റഡാർ സംവിധാനങ്ങളും സജ്ജമാണ്. സൈനിക നടപടി തുടരുകയാണെന്നാണ് പോളിഷ് സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വീടുകളിൽ തുടരണമെന്നും സൈന്യം അറിയിച്ചു. അതിർത്തി കടന്നെത്തിയ ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്നും ഇനിയും റഷ്യ ആക്രമണം തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും പോളണ്ട് ഇപ്പോൾ മറുപടി കൊടുത്തു. യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പോളണ്ട് ശക്തമായ നിരീക്ഷണം തുടരുകയാണ്. പോളണ്ടിന് നേർക്കും റഷ്യ തിരിഞ്ഞിരിക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. ഇതിനിടെ യുക്രൈനിലെ പെൻഷൻ വിതരണ കേന്ദ്രത്തിൽ റഷ്യയുടെ മിസൈൽ പതിച്ച് 23 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ സംഭവം. ഇതിൽ റഷ്യയ്ക്ക് നേരെ വിമർശനം ശക്തമാകുന്നു. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കിഴക്കൻ യുക്രൈനിലെ യരോവയിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായത്. നിരപരാധികളായ സാധാരണക്കാരെയാണ് റഷ്യ കൂട്ടക്കുരുതി ചെയ്തത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ആരോപിച്ചു. മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതിന്റെ ചിത്രം സെലൻസ്കി സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടു. റഷ്യ നടത്തുന്ന ക്രൂരതയെപ്പറ്റി ലോകം നിശബ്ദത പാലിക്കരുത് എന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. US-ഉം യൂറോപ്പും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും സെലൻസ്കി വ്യക്തമാക്കി. ഒരിടവേളയ്ക്ക് ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം വീണ്ടും ശക്തമാകുകയാണ്. റഷ്യൻ സൈന്യം മധ്യ കീവിലെ യുക്രൈൻ മന്ത്രിസഭ സ്ഥിതി ചെയ്യുന്ന സർക്കാർ കെട്ടിടങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് സംഘർഷം ശക്തമായത്. ആക്രമണത്തിൽ 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി ബ്രയാൻസ്ക് മേഖലയിലെ റഷ്യയുടെ ഡ്രൂഷ്ബ എണ്ണ പൈപ്പ് ലൈനെതിരെ യുക്രൈനും ആക്രമണം നടത്തി. കീവിലെ പെച്ചെർസ്കി ജില്ലയിലെ ക്യാബിനറ്റ് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും മുകളിലത്തെ നിലകളിൽ നിന്നും രാത്രിയിൽ നടന്ന ആക്രമണത്തിന് ശേഷം കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങൾക്കിടയിലെ ഏറ്റവും ഗുരുതരമായ സംഘർഷാവസ്ഥയാണിതെന്ന് അധികൃതർ വിശേഷിപ്പിച്ചു. ഇടക്കാലത്ത് സമാധാന ശ്രമങ്ങൾ സജീവമായിരുന്നതിനാൽ ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ആദ്യമായി ഒരു സർക്കാർ കെട്ടിടത്തിന് ശത്രുവിന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ഞങ്ങൾ കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കും, പക്ഷേ നഷ്ടപ്പെട്ട ജീവൻ തിരികെ ലഭിക്കില്ലല്ലോ എന്നായിരുന്നു അധികൃതരുടെ പ്രതികരണം. പിന്നാലെ റഷ്യൻ എണ്ണയ്ക്കും വാതകത്തിനും എതിരായ ഉപരോധങ്ങൾ കർശനമാക്കി പാശ്ചാത്യ സഖ്യകക്ഷികൾ വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെ പ്രതികരിക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു. ഡ്രോണുകളുടെ ഒരു നീണ്ട നിരയോടെയാണ് മേഖലയിൽ ആക്രമണം ആരംഭിച്ചതെന്ന് മേയർ വിറ്റാലി കിച്ച്കോ പറഞ്ഞു.
ഇതിനിടെ സെലൻസ്കിയുടെ വിവാദപരമായ ചില പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ തീരുവകളെ പിന്തുണച്ചായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി സംസാരിച്ചത്. ഈ നടപടി ശരിയായ ആശയമാണെന്ന് സെലൻസ്കി പറഞ്ഞു. മോസ്കോയുടെ ഊർജ്ജ വ്യാപാരം യുക്രൈനെതിരായ യുദ്ധത്തിന് സഹായകമാകുന്നുണ്ട്. റഷ്യയെ നിലയ്ക്ക് നിർത്താൻ അവരുമായുള്ള രാജ്യങ്ങളുടെ കയറ്റുമതി നിർത്തേണ്ടതുണ്ടെന്നും വൊളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ഉൾപ്പെടെ ട്രംപ് തീരുവ 50% ഇരട്ടിയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയപ്പോഴായിരുന്നു സെലൻസ്കി ഈ നിലപാട് വ്യക്തമാക്കിയത്. മോസ്കോയുമായുള്ള ഊർജ്ജ വ്യാപാരം തുടരുന്നതിന് യുക്രൈനിന്റെ യൂറോപ്യൻ പങ്കാളികളെയും സെലൻസ്കി വിമർശിച്ചത് ശ്രദ്ധേയമായി. റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി. അമേരിക്കയിൽ നിന്ന് സമ്മർദ്ദം ആവശ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാ പങ്കാളികളോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. എന്നാൽ അവരിൽ ചിലർ എണ്ണയും റഷ്യൻ വാതകവും വാങ്ങുന്നത് തുടരുന്നു. ഇത് ന്യായമല്ല. അതിനാൽ റഷ്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഊർജം വാങ്ങുന്നത് നമ്മൾ നിർത്തണം. റഷ്യയുമായി ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുക എന്ന ആശയം ശരിയായ ആശയമാണെന്ന് ഞാൻ കരുതുന്നു. കൊലയാളികളെ തടയാനുള്ള ഒരേ ഒരു മാർഗമാണിത്. നിങ്ങൾ അവന്റെ ആയുധം അഴിച്ചു മാറ്റണം. ഊർജ്ജമാണ് അവന്റെ ആയുധമെന്നും സെലൻസ്കി പറഞ്ഞു. ഇന്ത്യക്ക് നേരെയുള്ള ഒരു വിമർശനവുമാണ് സെലൻസ്കി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യുക്രൈൻ റഷ്യ പ്രതിസന്ധി വീണ്ടും കൂടുതൽ ഗുരുതരമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.